ഇന്നത്തെ വീഡിയോ നമ്മുടെ ഞായറാഴ്ച ദിവസത്തെ വിശേഷങ്ങളാണ്. രാവിലെ പള്ളിയിൽ പോകുന്നില്ല, നമ്മളൊരു യാത്ര പോവാണ്. അതിനെ മോനുകുട്ടനെ വിളിച്ച് എഴുന്നേൽപ്പിക്കാൻ നോക്കുകയാണ്. മോനുകുട്ടൻ പതുക്കെ എഴുന്നേറ്റ് വന്ന് ബ്രഷ് ചെയ്യാൻ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് സൂചേച്ചിയുടെ പോവാണ് കേട്ടോ. അവിടെ ഇന്നൊരു ഫങ്ഷൻ ഉണ്ട്. സൂചേച്ചിയുടെ മാളുക്കുട്ടിയുടെ മോതിരവിടിയിൽ ചടങ്ങാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുവാണേ. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബാഗ് പിടിച്ചോട്ടെ. മോനുകുട്ടൻ്റെ ഒരുക്കമൊക്കെ കഴിഞ്ഞു. ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. ഞാൻ ഇന്ന് സാരിയൊക്കെ ഉടുത്ത് പോകാൻ ഒരുങ്ങുവാണ്. ഇത് സുചേച്ചി തയ്ച്ച് തന്ന ബ്ലൗസാട്ടോ. ഈ സാരിയും ബ്ലൗസും ആദ്യമായിട്ടാണ് ഉടുക്കുന്നത്. അപ്പോൾ ഇതിന് ബാക്ക് ഓപ്പൺ ആണ്. അപ്പോൾ ഹുക്ക് ഇടാനൊക്കെ എൻ്റെ കൈക്ക് പറ്റാത്തത് കൊണ്ട് മോനുകുട്ടൻ എന്നെ സഹായിച്ചിട്ടുണ്ട്. മോനുകുട്ടൻ ഒരു യുദ്ധം കഴിഞ്ഞിട്ടിരിക്കുവാണ് ഇതിൻ്റെ ഹുക്ക് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവന് പറ്റുന്നില്ല, അവനറിയത്തില്ല. പിന്നെ ഞാൻ വിചാരിച്ചു എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഒപ്പിച്ച് വെച്ചിട്ട് നമ്മൾ റെഡിയായി ഇറങ്ങിയിട്ട് കൂക്കൂനെ കൊണ്ടോ അമ്മയെ കൊണ്ടോ ഇടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോവാണേ. ഹായ് ഹായ്, എവിടെ പോവാ കുഞ്ഞാ? ഇഷ്ടമല്ല, നമ്മളെയൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഫാൻ ഫോളോ ചെയ്ത് വെച്ചൊക്കെ ഇഷ്ടമല്ല പോലും. മറ്റു മണവാട്ടിക്കൊച്ചെന്ത് ക്യാമറ ഓൺ സ്റ്റേജ്. ഓ, എല്ലാവർക്കും അങ്ങ് നാളെ ഇൻസ്റ്റയിൽ എല്ലാവരും മിന്നി നിൽക്കുക. ഇത് പെണ്ണിൻ്റെ അമ്മയാന്ന് പറയപ്പെടുന്നു. ഇത് ഇത് ആരാ? ആരും ഇല്ല, ഇപ്പൊ കണ്ടോണം. ചേച്ചി ആരാന്ന്? വള്ളിപ്പാട് ബാക്കി എല്ലാരും കാപ്പ് കുടിക്കുക. നിങ്ങൾ കാണിക്കത്തില്ല, നീ ചോദിക്കില്ല. സൂര്യക്കേട് പറയണ എന്റെ പങ്കൊക്കെ മാറ്റി സദ്യ വന്ന് ഒരുങ്ങുന്നോട്
അവന്റെ ഓട്ടോ അവിടെ ഇരിക്കുന്നു. അവന്റെ ഓട്ടോയാ ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ അവിടെ ചെന്ന് എല്ലാവരും ഒക്കെ വന്ന് തുടങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കാപ്പി കുടിക്കാൻ ഇഡലിയും സാമ്പാറും ചായയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു. പിന്നെ ഇതെല്ലാം എൻ്റെ മാമിയും മാമനും അവരുടെ മക്കളും കുഞ്ഞമ്മയും ഒക്കെ ആട്ടോ. പിന്നെ ഷാജിയൻ്റെ പെങ്ങന്മാർ, അവരുടെ മക്കൾ, മരുമക്കൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുന്നത്, ചെക്കനൊക്കെ വരാൻ സമയമായി. 12നും 12:30ക്കും ഇടയ്ക്കാണ് മോതിരം ഇടുന്ന ചടങ്ങ്. കൊല്ലത്താണ് ചെക്കൻ്റെ വീട്. പിന്നെ മാളുക്കുട്ടിയെ ഒരുക്കിയേക്കുന്നതൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവളുടെ ഡ്രസ്സൊക്കെ സൂചേച്ചി തയ്ച്ചതാട്ടോ. മാളുവിൻ്റെയും കൊച്ചുമാളുവിൻ്റെയും ഡ്രസ്സ് സൂചേച്ചി തയ്ച്ചതാണ്. നല്ല രസമുണ്ടായിരുന്നു, എനിക്കിഷ്ടപ്പെട്ട്. പിന്നെ മാളുവിൻ്റെ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട്. അതിലൊരാൾ എൻ്റെ പടമൊക്കെ വരച്ച ആളാണ് കേട്ടോ. നേരത്തെ നമ്മളവിടെ സൂചേച്ചിയുടെ അടുക്ക പോയപ്പോൾ എനിക്ക് തന്നു വിട്ട ഒരു ഫോട്ടോ ഇതിനകത്ത് ഒരാൾ വരച്ചതാണ്. അപ്പോൾ അത് ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്, ഞാൻ അപ്പോൾ കാണിക്കാവേ. എനിക്ക് അന്ന് മുതൽ കാണണമെന്ന് ആഗ്രഹമുള്ള ഒരാളായിരുന്നു എൻ്റെ പടം വരച്ച ആളിന്. അപ്പോൾ അങ്ങനെ കണ്ടുമുട്ടി, സന്തോഷമായി. ഞങ്ങൾ മിണ്ടുകയൊക്കെ ചെയ്തു. ഇതും എൻ്റെ ഒരു മാമനാണ് കേട്ടോ. അമ്മയ്ക്ക് 4 ആങ്ങളമാരാണ്. കുക്കുൻ്റെ അച്ഛൻ, അതായത് ഹരിമാമൻ്റെ നേരെ മൂത്ത ചേട്ടനാണിത്. മാമൻ്റെ മോളാണിത്. ഞങ്ങൾ പാറുക്കുട്ടി എന്ന് വിളിക്കും, വിദ്യ എന്നാണ് പേര്. ഇത് മാമിയാണ് കേട്ടോ, ആ മാമൻ്റെ ഭാര്യ. അപ്പം പാറുക്കുട്ടിയെയും കുക്കുനെയും കണ്ട ഒരുപോലൊക്കെ ഇരിക്കുന്നില്ലേ. പിന്നെ ദേ അവിടെ ആ ഡ്രിങ്ക്സ് ഒഴിച്ചുകൊണ്ട് നിൽക്കുന്ന ആളിനെ കണ്ടോ, അതാണ് പാറുക്കുട്ടിയുടെ ആങ്ങള വിഷ്ണു. പിന്നെ അവർ വരാറായി കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ അങ്ങോട്ട് ഇറങ്ങി നിന്നതാണ്. ഇനിയിപ്പോൾ ചടങ്ങുകളൊക്കെ തുടങ്ങുവാണ്. ഞാൻ അവിടെ സ്ഥലക്കുറവാണ്, പന്തലിട്ടിട്ടുണ്ടെങ്കിലും സ്ഥലക്കുറവുണ്ട്. അപ്പം ഞാൻ ഇടിച്ച് കയറി. എനിക്ക് ഫ്രണ്ടിൽ പോയി നിന്ന് വീഡിയോ എടുക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കിട്ടിയതൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവരുടെ വീഡിയോയോ ഫോട്ടോസോ ഒക്കെ വരുന്ന സമയത്ത് ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ വീഡിയോയിൽ ആഡ് ചെയ്യാം കേട്ടോ, കിട്ടുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ തന്നെയാണ്. കൊല്ലത്തും നമ്മുടെ ബന്ധുക്കളൊക്കെ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് എല്ലാവരെയും അത്യാവശ്യം എല്ലാവരെയും അറിയാവുന്നവരൊക്കെ തന്നെയാണ്. പ്രത്യേകിച്ച് പോയി പരിചയപ്പെടേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ മാളുവിൻ്റെ നിശ്ചയമായി. ഇതാ ചെക്കനാണ് നിൽക്കുന്നത്, ശ്രീമോൻ എന്നാണ് പേര്, ശ്രീ എന്ന് വിളിക്കും. അപ്പോൾ ഇനിയിപ്പോൾ ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. എല്ലാവരും ഡ്രിങ്ക്സൊക്കെ കുടിച്ച് പന്തലിലോട്ട് ഇരിക്കുവാണേ. പിന്നെ വളരെ വളരെ അപൂർവമായിട്ടാണ് ഇങ്ങനെ എല്ലാവരും കൂടി ഒന്നിച്ചു കൂടുന്നതും എല്ലാവരും ഒന്ന് കാണാൻ പറ്റുന്നതും ഒക്കെ. എന്നാലും എന്താ പറയുന്നത്, അങ്ങനെ കിട്ടുന്ന സന്ദർഭങ്ങളിൽ പോലും ചിലരൊക്കെ അകൽച്ച കാണിക്കുന്നവരൊക്കെ ഉണ്ട്. അതൊന്നും നമ്മളങ്ങനെ മൈൻഡ് ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ എന്താ പറയുന്നത്, ജാനിക്കുട്ടിയെ ഒരിക്കലും ഇഷ്ടപ്പെട്ടോ നമ്മുടെ ജാനിക്കുട്ടിയെ? ജാനിക്കുട്ടിയുടെ ഡ്രസ്സ് അമ്മ തയ്ച്ചതാട്ടോ. അമ്മയ്ക്ക് വയ്യായിരുന്നു, അമ്മ എന്നിട്ടും അത് തയ്ച്ച് റെഡിയാക്കി എടുത്തു. ജാനിക്കുട്ടിക്ക് ആ പാവാടയും ബ്ലൗസും തയ്ച്ചെടുത്തത് കണ്ടപ്പോൾ ഞാനിങ്ങനെ ഓർക്കുമായിരുന്നേ. കുഞ്ഞിലെയൊക്കെയാണ് എനിക്ക് പട്ടോടയും ബ്ലൗസും അമ്മ കഷ്ടപ്പെട്ട് തയ്ച്ച് തരും. എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു ആ ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട്. ഉടുപ്പൊക്കെ ഇടാനായിരുന്നു എനിക്കിഷ്ടം. വിവാഹബന്ധ വിശുദ്ധമായ ഉടമ്പടിക്ക് സാക്ഷ്യം വഹിക്കുവാനാണ് ചടങ്ങുണ്ട്. ആ ചടങ്ങ് കഴിഞ്ഞ്
അപ്പോൾ അവിടെ ദക്ഷിണ കൊടുക്കലൊക്കെയാണ്. ഫോട്ടോഗ്രാഫർമാർ അവിടെ നിന്ന് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവരുടെ മുന്നിൽ കൂടെ നമുക്ക് ഇടിച്ചു കയറാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് നമ്മളുള്ള സ്ഥലത്തൊക്കെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. കുറച്ചൊക്കെ ഉള്ളൂ. പിന്നെ എന്താ പറയുന്നത്, സുചേച്ചിയും ഷാജിയണ്ണനും ഞാൻ ഉടുത്തിട്ട് വന്ന സാരിയുടെ തന്നെ വേറൊരെണ്ണമായിരുന്നു സുചേച്ചി ആദ്യം ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ സാരി ഉടുപ്പിൻ്റെ മേളമായിരുന്നു. പെണ്ണിനെ ഒരുക്കുന്നതിനെക്കാട്ടി കഷ്ടമായിരുന്നു പെണ്ണിൻ്റെ അമ്മയെ ഒരുക്കുന്നത്. അപ്പോൾ ആ സാരിയൊക്കെ ഉടുത്തിട്ട് ഉടുത്ത് അവസാനം അതെല്ലാം എടുത്ത് ദൂരെ കളഞ്ഞു വെച്ച് ഈ സാരി ഉടുത്തതാണ് കേട്ടോ. അപ്പം എല്ലാവരും അതേപോലെ ഒരു പിസ്ത ഗ്രീൻ കളറാണ് അവിടെ എല്ലാവരും പറഞ്ഞു വെച്ചിരുന്നത്. പക്ഷേ ഞാൻ അതൊന്നും ഓർക്കാതെയാണ് ഞാനും കുക്കുമൊക്കെ ആ സാരി ഉടുത്തിട്ട് പോയത് കേട്ടോ. അപ്പോൾ മിക്കവാറും എല്ലാവരും തന്നെ ആ ഒരു പച്ച കളറിനോട് സാമ്യമുള്ള കളറും ഡ്രസ്സും ഒക്കെ ആയിരുന്നു. പെണ്ണും ചെറുക്കനും ഒക്കെ ആ ഒരു പിസ്ത ഗ്രീൻ കളറും ആയിരുന്നേ. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ഒന്നും പ്ലാൻ ചെയ്തില്ലായിരുന്നു. എന്നാലും ഏകദേശം ആ ഒരു കളറൊക്കെ സെയിം ആയിട്ട് വന്നു. പക്ഷേ സുചേച്ചിയുടെ സാരി മാത്രം ഉടുത്തുടുത്ത് കുളവാക്കിയെടുത്ത് ദൂരെ കളഞ്ഞെന്നേ ഉള്ളൂ. എന്തായാലും ചുരുക്കത്തിൽ അമ്മയും അച്ഛനും ഒക്കെ സുന്ദരനും സുന്ദരിയൊക്കെ ആയിരുന്നു. ഒരുങ്ങിയതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവിടെ വരുമ്പോഴാണ് മുടിയുടെ സൗന്ദര്യം എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്നത് കേട്ടോ. അന്നേരം എനിക്ക് എൻ്റെ മുടി മിസ് ചെയ്യും. കാരണം ഇവിടെ എല്ലാവർക്കും നല്ല മുടിയല്ലേ. എത്ര നമ്മൾ ഒരുങ്ങിയില്ലെങ്കിലും മുടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു പ്രത്യേക അഴക് തന്നെ അല്ലേ. ചടങ്ങൊക്കെ കഴിഞ്ഞു ഭക്ഷണം വിളമ്പ് തുടങ്ങി. റൈസും ചിക്കനും ഉണ്ട്, പിന്നെ ചോറും മീൻകറി അവിയൽ അങ്ങനെയുള്ളതും ഉണ്ട്. റൈസ് കഴിക്കാത്തവർക്ക് പിന്നെ കുഞ്ഞമ്മയ്ക്ക്, അമ്മയുടെ നേരെ ഇളയ അനിയത്തിയാണ്, കുഞ്ഞമ്മയ്ക്ക് വല്ലാതെ വന്നു. അപ്പോൾ അവിടെ കിടക്കുക കട്ടിലേൽ. അപ്പം കൊച്ചും ശ്രീയും കൂടി ഇങ്ങോട്ട് വന്നു. അത് കഴിഞ്ഞ് അവർ കൂട്ടുകാരൊക്കെ വിളിച്ച് ഫോട്ടോ എടുക്കാനൊക്കെ അങ്ങോട്ട് പോയി. പിന്നെ വല്യമ്മച്ചിക്ക് ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ് മാളുവിൻ്റെ കല്യാണം. പക്ഷേ വല്യമ്മച്ചിക്ക് അത് കാണാൻ ഭാഗ്യമുണ്ടായില്ല. എന്നാലും വല്യമ്മച്ചിയുടെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് കേട്ടോ. കാരണം വല്യമ്മച്ചിയാണ് അവരെ രണ്ടുപേരെയും കുറേ ഒരു പ്രായം വരെ വളർത്തിയത്. മാളുവിനെ കുഞ്ഞിലെ തൊട്ട് വല്യമ്മച്ചി തന്നെയാണ് വളർത്തിയത്. സുചേച്ചി ജോലിക്കൊക്കെ പോകുന്ന സമയത്ത്, സുചേച്ചി കുറേ 2-3 വർഷത്തോളം ഗൾഫിലൊക്കെ പോയി. ആ സമയത്തൊക്കെ വല്യമ്മച്ചിയാണ് അവരെ നോക്കി വളർത്തിയത്. അപ്പോൾ ഇതൊക്കെ കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നതും വല്യമ്മച്ചിയാണ്. അപ്പോൾ ആ ഒരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ, വല്യമ്മച്ചി ഇല്ലാതെ പോയതിൻ്റെ വിഷമമൊക്കെ ഉണ്ട്. പിന്നെ ദേ കുഞ്ഞോൻ പാറുക്കുട്ടിയുടെ കൈ കയറിയിരിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം അത് കുക്കുവിനോട് നല്ല മുഖച്ഛായ ഉള്ളത് കൊണ്ട് തന്നെയാണ്. പിന്നെ അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കൊച്ചുമാൾ വന്ന് ഞങ്ങളെ വിളിച്ചേ. അപ്പോൾ ഞങ്ങളിങ്ങോട്ട് വന്ന് അവരുടെ കൂടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് അവരുടെയും കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. എന്നിട്ട് മോനുകുട്ടൻ അപ്പോഴത്തേക്ക് വിശപ്പൊക്കെ ആയി. വിശപ്പ് സഹിക്കുക എന്ന് പറയുന്നത് മോനുകുട്ടനെ കൊണ്ട് അസാധ്യമായ കാര്യമാണ് കേട്ടോ. ചോറ് കഴിക്കുന്നില്ലേ? എന്നാണ് ശരിക്കും സുന്ദരിയായിട്ട് ഫോട്ടോ എടുക്കും. എല്ലാത്തിനും ഓരോ എന്തോ എടുത്ത് 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 ഇപ്പോഴില്ല, നീ പത്തനംതിട്ട ചെന്നിട്ട് അതെല്ലാം റെഡിയാക്കി എടുപ്പുണ്ട്. കുറെ താഴെ കമ്പനി അമ്മ അടിക്കുന്നു. ഇവിടുന്ന് ഇന്നിട്ട്
ഞാനത് ഇന്നലെ കാണുന്നത് ഒരാഴ്ച ആ ഇരുന്നു ഇവിടെ സ്ഥലം ഇവിടെ സ്ഥലം കിട്ടിയില്ല സാരമില്ല നമുക്ക് മോനും ഇഷ്ടം ഇരുന്നാ കഴിക്കാൻ. കയ്യെ പിടിച്ചാണ് മോതിരം എന്റെ കൈ പിടിച്ച് നോക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ അത്യാവശ്യം വന്നവരൊക്കെ കഴിച്ചിറങ്ങി. അപ്പോൾ പിന്നെ നമ്മൾ അംഗത്തിന് കയറിയിട്ടുണ്ട്. റൈസും ചിക്കനും സാലഡും അച്ചാറും ഒക്കെ ആയിരുന്നു. ചോറും മീൻകറി അവിയലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ ഇരിക്കുന്നില്ലയോ? ഞങ്ങളും കഴിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞ് പെണ്ണും ചെറുക്കനും ഒക്കെ വന്നത്. അവരെല്ലാവരും കൂടെ കഴിക്കാനിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ആ ഒരു സെക്ഷനും കൂടെ അങ്ങ് വീഡിയോ പകർത്തി. അവരെ കഴിക്കാൻ നമ്മൾ വിടത്തില്ല. ഞാൻ വീഡിയോ എടുക്കുന്ന എല്ലാരും ഇരുന്നോ? കുഴപ്പമില്ല. പേര് പറയാമോ? പേര് പറയാം. എത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മാളുക്കുട്ടിയുടെ കൂട്ടുകാർ അതിനകത്ത് അപർണയാണ് എൻ്റെ ഫോട്ടോ വരച്ച് തന്നത് കേട്ടോ. എൻ്റെ കൂടെ തൊട്ടടുത്ത് നിന്ന് വീഡിയോ ഒക്കെ എടുത്തില്ലേ, അതാണ് അപർണ. അപർണ നല്ല പോലെ പടം വരയ്ക്കും. അപർണയാണ് എൻ്റെ പടം വരച്ച് എനിക്ക് തന്നത്. അപ്പോൾ അപർണയെ കാണണമെന്ന് അന്ന് മുതൽ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇന്നത് സാധിച്ചു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. എല്ലാവരും പോകാനൊക്കെ ഇറങ്ങാനുള്ള തുടക്കമാണ്. കുറച്ച് പേരൊക്കെ പതുക്കെ പതുക്കെ പോകാൻ തുടങ്ങി. ഇനി കഴിച്ചോ കഴിച്ചോ. എന്തോ എന്തോ നീല ടാർപ്പാട്. ശരി. അപ്പോൾ കഴിപ്പൊക്കെ കഴിഞ്ഞ് ഞാൻ പോയി എൻ്റെ സാരി അഴിച്ചു മാറ്റി വേറെ ഡ്രസ്സ് എടുത്തിട്ടു. എനിക്ക് ശ്വാസം മുട്ടുമായിരുന്നു എൻ്റെ പ്രിയങ്ങളെ. പിന്നെ കൂക്കു വേറെ ഡ്രസ്സ് കൊണ്ടുവരണമെന്നൊക്കെ പ്ലാൻ ചെയ്തെങ്കിലും അവൾ എടുത്തില്ല. അതുകൊണ്ട് സാരിയിൽ തന്നെയാണ്. അതിന് എന്നോട് ചെറിയ ഒരു പിണക്കമൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞതാണ് നമുക്ക് ഇങ്ങോട്ട് പോരാൻ നേരത്തെ ഡ്രസ്സ് മാറിയിട്ട് വരാം എന്നൊക്കെ നേരത്തെ പറഞ്ഞതാണ്. അവൾ മറന്നുപോയി. അപ്പോൾ അതേ ചായ ഇട്ടു. ചിലരും ചായ കുടിക്കുവാണ്. അവർ പോയില്ല കേട്ടോ. അവർ പോകാൻ ഇറങ്ങുന്നതേ ഉള്ളൂ. എല്ലാവരും ഫുഡ് കഴിച്ച് അവിടെ ഇരുന്ന് കുറേ കഴിഞ്ഞിട്ടാണ് അവർ പോകുന്നത്. അപ്പം ദേ ചെറുക്കനൊക്കെ പോകാൻ ഇറങ്ങുന്നേ ഉള്ളൂ കേട്ടോ. ഇല്ല, എൻ്റെ ജോലിയൊക്കെ രാജിവെച്ചു. മാള് തരേന്ന് നോക്കണേ. മാള് തരേന്നുണ്ടോ?
മോനെ അവിടെ കൊണ്ട് വെക്ക്. തലയൊക്കെ എടുത്ത് മാറ്റി. ജാനിക്കുട്ടി കാല ചവിട്ടി ഓടി നീ തൊട്ടോടി അമ്മയുടെ ശനിയമ്മയുടെ കാല തൊട്ടോ. അങ്ങനെ നമ്മളും ചടങ്ങൊക്കെ കഴിഞ്ഞ് അവിടുന്ന് സുചിട്ട് അവിടുന്ന് ഇറങ്ങി ഇവിടെ ചെന്നിത്തല നമുക്കൊരു നമ്മുടെ അനിയത്തിക്കുട്ടിയുണ്ട്, കുഞ്ഞമ്മയുടെ മോളുണ്ട് കേട്ടോ, ചിന്നു. അമ്മയുടെ നേരെയുള്ള അനിയത്തി, കുഞ്ഞമ്മയുടെ മോളുടെ കുഞ്ഞാവ കേട്ടോ. അപ്പം സിസേറിയനായിരുന്നു. അപ്പോൾ ഇന്നലെയാണ് ഡിസ്ചാർജ് ചെയ്ത് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലോട്ട് വന്നത്. അപ്പോൾ ഇവിടെ വന്ന് മോളെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടൊന്ന് കയറി. ചിന്നുവിന് മൂത്ത ഒരു മോനാണുള്ളത്, അച്ചു മോനുകുട്ടനും കൂടെ ഒരാഴ്ചത്തെ വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. ദോണ്ടിരിക്കുന്നത് കണ്ടോ. 3 പേരുടെ ടി വിയിലോട്ട് കണ്ടുന്നിട്ടിരിക്കുവാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് അങ്ങ് ഇറങ്ങും, കാരണം അച്ചുവിനൊരു സൈക്കിളൊക്കെ ഉണ്ട്, അത് ചവിട്ടാൻ മോനുകുട്ടൻ തയ്യാറായിട്ടാണ് വന്നത്. അപ്പ വല്യപ്പച്ചി അപ്പ കരയെ വരുന്നു. ചന്ദ്രിയപ്പ അതെപ്പോഴും ഉള്ളേ. ഞാൻ അവിടെ എന്തൊരു പോയാലും ഒരു അച്ചിട്ടോ. പക്ഷെ നമ്മൾ ഇപ്പൊ നിങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നല്ലാതെ നമ്മളിങ്ങനെ കേട്ടിട്ട് കണ്ടിട്ടില്ല. വല്യമ്മയ്ക്കോട് ഒരു അവിടെ ചെന്നപ്പോൾ അവിടെയും ചായ എടുത്തു, അലുവയും മുറുക്കും കുഴലപ്പവും ഒക്കെ റെഡിയാക്കി അവിടെ കൊണ്ടുവച്ചു. കൂട്ടത്തിൽ ആപ്പിളും മുറിച്ച് അവിടെ കൊണ്ടുവച്ചു. നമ്മളവിടെ ചെന്നപ്പം വീടിൻ്റെ മുറ്റത്ത് കുറേ കുട്ടികൾ തിരുവാതിരയുടെയും വേറെ ഡാൻസിൻ്റെയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. തൈപ്പൂയത്തിനോടനുബന്ധിച്ച് അമ്പലത്തിലൊക്കെ ഇനിയും പരിപാടിയാണല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. എല്ലാവരും ഇവിടുത്തെ ബന്ധുക്കളൊക്കെ തന്നെയാണ്. ഇവരുടെ ഫാമിലി ഫോട്ടോ വെച്ചു. അപ്പൊ ഇവരുടെ കൂടെ മമ്മി ഒന്ന് മാറുവോ? ഒരു ജോഡി കുഞ്ഞിന്റെ ഡ്രസ്സും പിന്നെ സ്റ്റഡിക്ക് നനഞ്ഞ തുടയ്ക്കാനൊരു സെറ്റ്. ഇന്നലെ പോലെ കുത്തി അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ചിന്നുവിൻ്റെ കുഞ്ഞാവയൊക്കെ കണ്ടിട്ട് പിന്നെ അതേ വരുന്ന വഴിക്ക് സത്രക്കടവിൽ വെറുതെ വണ്ടി ഒന്ന് നിർത്താമോ എന്ന് ചോദിച്ചു. വണ്ടി നിർത്തി. ഇവിടെ കുറേ ആൾക്കാർ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കേ വെറുതെ കാറ്റ് കൊള്ളാനൊക്കെ വരുന്നുണ്ട്. പിന്നെ ഒത്തിരി ആൾക്കാർ കുളിക്കുകയും തുണി നനയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അവിടെ കടവിൽ. അപ്പം വള്ളംകളിയൊക്കെ നടക്കുമ്പോൾ ഗ്യാലറിയിലിരുന്ന് വേണമെങ്കിൽ നമുക്ക് കൈയടിക്കാം എന്നൊക്കെ പറയുന്ന പോലെ ഗ്യാലറിയൊക്കെ ഇപ്പോൾ ഇത്രയും അടുത്ത് ഞാൻ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ഇതൊന്ന് കാണണമെന്ന് ആഗ്രഹിച്ചാണ് സത്രക്കടവിലൊന്ന് നിർത്താവോ എന്ന് മാമനോട് ചോദിച്ചത്.
വരുവാക്കളെ അവിടെ പോയി നോക്കാം ഇറങ്ങാൻ നോക്കുവോന്ന്. അമ്മ അവിടെ പോകാം, അവിടെ മണ്ണുണ്ട്. അതിവിടെ ഈ അപ്പച്ചൻ കുളിക്കുന്നു. ഇറങ്ങുന്നു. മാമിയെ എനിക്ക് ഇറങ്ങാം. കാലും നനയ്ക്കാം. വാ. കാല് നനയ്ക്കുന്നില്ല. ഞാൻ നനച്ചോട്ടെ. ഞാൻ പോയി കാല് എന്തുവാ ഇറങ്ങാൻ പോകുന്നു? എന്തുവാടാ? ഇനി ഒന്ന് എടുക്കണം. കണ്ടതിന്റെ നേരത്ത് വെള്ളം. അമ്പഴങ്ങ ആണെന്ന് പറഞ്ഞിട്ട് മാങ്ങ മേടിച്ചോണ്ട് പറഞ്ഞിട്ട്. അങ്ങനെ ആ മരം കയറി ഈ മരം കയറി നമ്മൾ കൂട്ടിലെത്തി. ഇനിയിപ്പോൾ എല്ലാവർക്കും അങ്ങ് ക്ഷീണമാണ്. നമ്മളിങ്ങി വന്ന് മാമിയൊക്കെ അങ്ങോട്ട് പോയി. ഇനി നമ്മൾ അടുത്ത ഒരു സ്വീകരണ സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. നമുക്കിവിടെ അടുത്തൊരു ചേച്ചി വീടിന്റെ പാലുകാച്ചിനെ വിളിച്ചിട്ടുണ്ട്. അപ്പം ഇത് അടുത്ത് തന്നെ ഞാനും കുപ്പും ജാനിക്കുട്ടി മോനിക്കുട്ടനെ പ്രത്യേകം വിളിച്ചിട്ടുണ്ട് ആൻറ്റി. അതുകൊണ്ട് മോനിക്കുട്ടനെയും കൊണ്ടുപോകുന്നുണ്ട്. ഞങ്ങൾ അവിടെ പോയിട്ട് ഇനി വന്നിട്ട് ഇനി കുളിക്കാമെന്നൊക്കെ വിചാരിച്ചു. ഞാൻ അവിടെ വരെ പോയിട്ട് വീണ്ടും വന്ന് വിയർക്കും, ചൂടെടുക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നിട്ട് കുളിക്കാം എന്ന് പറഞ്ഞു. അല്ല പിന്നെ വീണ്ടും ഡ്രസ്സ് മാറണം. ലോങ് വീഡിയോ ഒന്നും എഡിറ്റ് ചെയ്തിട്ടില്ല. ഫോണിന് ചാർജ് ഇല്ല. ചാർജ് ചെയ്യട്ടെ. ഫോൺ ചാർജ് ആയാലേ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. നോക്കാം. പോയിട്ട് വരാം കേട്ടോ. ഞങ്ങൾ ചായ ഇടുക കേട്ടോ. ചായയും കേക്കും. അപ്പം പിന്നെ ഒരു ചായ കുടിക്കാം അല്ലേ? മോനിക്കുട്ടൻ ഏതായാലും ചായ ഇട്ടു. അവിടെ വെച്ചേര്. തുളുമ്പ എടുത്തു. ലഞ്ച് കഴിഞ്ഞ് ഇനി ഡിന്നർ. ഇനി ഡിന്നറൂടെ ഞങ്ങളൊന്ന് തട്ടിക്കൂട്ടും. ഇല്ലോ ഇല്ലോ ജാനിക്കുട്ടി. അയ്യോ അതിന് നാട്ടുകാർ തല്ലി കൊല്ലും. ഈ വീട്ടിലാണ് ഇന്ന് ഗൃഹപ്രവേശ ചടങ്ങ് നടന്നത്. ഇവിടെ വരണമെന്ന് മോനിക്കുട്ടന് ഭയങ്കര ആഗ്രഹമായിരുന്നു. വേറൊന്നും കൊണ്ടല്ല, മോനിക്കുട്ടന് ഇവിടുത്തെ ആൻറ്റിയെ വലിയ ഇഷ്ടമാണ്. അപ്പോൾ ആൻറ്റി നമ്മുടെ വീഡിയോസൊക്കെ കാണാറുണ്ട്. അങ്ങനെ എന്നെ അറിയാം. ഇപ്പോൾ നമ്മളവിടെ ഇപ്പോൾ അടുത്ത താമസത്തിന് വന്നപ്പോൾ അങ്ങനെ അറിയാം. അപ്പോൾ നല്ലൊരു
അടിപൊളി വീടാണ് കേട്ടോ, സൂപ്പർ സൂപ്പർ വീടാണ്. പിന്നെ ഞങ്ങൾ മുകളിലോട്ടൊന്നും കയറിയില്ല. നമ്മളീ വന്ന എന്തുവാ ലിവിങ് ഏരിയയും അടുക്കളയും ഒക്കെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇതിനകത്ത് കാണിക്കാം കേട്ടോ. കുഞ്ഞോ പഠിക്കില്ലേ? സൂപ്പർ വീട്. ഇപ്പോഴത്തെ വീടുകളുടെ ഇൻറ്റീരിയർ ഡിസൈനെ പറ്റിയൊന്നും അധികം ജ്ഞാനമില്ലാത്തതുകൊണ്ട് ഞാനതൊന്നും പറയുന്നില്ല. എന്നാലും എനിക്ക് ഇവിടുത്തെ അടുക്കളയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒത്തിരി സ്റ്റോറേജ് സ്പേസൊക്കെ ഉണ്ട്. പിന്നെ പൂജാമുറിയും ഒത്തിരി ഇഷ്ടപ്പെട്ടു. ശാന്തസുന്ദരമായിട്ടിരിക്കാൻ പറ്റിയ ഏരിയ ആണല്ലോ അവിടെ, അതും എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഇതാണ് ആ ചേച്ചിയുടെ അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. വൈകിട്ടത്തെ ഫംഗ്ഷൻ തുടങ്ങുന്നേ ഉള്ളായിരുന്നു. പിന്നെ ഞങ്ങളവിടെ കുറച്ച് നേരം ഇരുന്നപ്പോഴത്തേക്ക് അപ്പുവിൻ്റെ അമ്മയും അനിയത്തി കീർത്തനക്കുട്ടിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഫുഡ് കഴിക്കാൻ പോവാണ്. അവിടെയും റൈസും ചിക്കനും പൊറോട്ടയൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ പോയിട്ട് വന്ന് മോനിക്കുട്ടൻ കണ്ട് അവരങ്ങോട്ട് പോയതിന് ടോർച്ച് അടിച്ചുകൊണ്ട് അവിടെ നിൽക്കും. അവിടെ നല്ല വെട്ടമുണ്ട്. എന്നാലും ഞാൻ ഇച്ചിരി നേരം അവിടെ നിൽക്കും. നമ്മൾ നടന്ന് അങ്ങോട്ട് പോയത് ഇച്ചിരി ദൂരമേ ഉള്ളേ. അപ്പോൾ തിരിച്ചിങ്ങോട്ട് അപ്പൂൻ്റെ അമ്മയും അനിയത്തിയും ഞങ്ങളെല്ലാവരും കൂടിയാണ് വന്നത്. അപ്പോൾ അവരങ്ങോട്ട് പോവാ. ഞങ്ങൾ ഇനിയൊന്ന് കുളിക്കണം, സ്വസ്ഥമായിട്ടൊന്ന് കിടന്ന് ഉറങ്ങണം. അയ്യോ, ഇന്ന് വീഡിയോ ഒന്നും എഡിറ്റ് ചെയ്തില്ല. വാ മോനു വാ. പിന്നെ സ്കൂളിൽ പോകണ്ടേ? കുളിക്ക്. ആ, നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ പഴുത്തമ്മ മേടിച്ചായിരുന്നു. അതൊന്ന് മുറിച്ച് കഴിച്ചു നോക്കിയത് കൂടിയാട്ടോ. അമ്പഴങ്ങ മേടിക്കാൻ പോയത്. അമ്പഴങ്ങയാന്ന് പറഞ്ഞോണ്ട് ചെന്ന് ചോദിച്ചപ്പം പള്ളിമാങ്ങയായിരുന്നു. ആദ്യം കണ്ട് അതായിരിക്കും. പക്ഷെ അങ്ങോട്ട് പോയ വഴിക്ക് അമ്പഴങ്ങയായിരുന്നു ഇരുന്നത്. എന്നാലും വണ്ടി നിർത്തി അങ്ങ് പോയി. തിരിച്ചു വരുമ്പോൾ മേടിക്കാന്ന് പറഞ്ഞു. പക്ഷെ കിട്ടിയില്ല. അപ്പം ആണെങ്കിൽ റെഡ് മാങ്ങ കണ്ടിട്ടുണ്ട് ഈ കമ്പനിയിൽ. ഞങ്ങൾ കിടക്കാൻ പോവാണ്. മോനുകുട്ടൻ പിന്നെ ചാടി മറിഞ്ഞ് എന്തുവായിരുന്നില്ലയോ. എനിക്ക് സൈക്കിൾ കിട്ടി. ചിന്നുവിന്റെ അടുക്ക ചെന്നപ്പം ചിന്നുവിന്റെ മോനും അച്ഛനും ഇവനും കൂടെ ഒരാഴ്ചത്തെ വ്യത്യാസമേ ഉള്ളൂ. രണ്ടുപേരും ഞാൻ ചെയിൻ ശരിയാക്കി കൊടുക്കുമായിരുന്നു. ശരിയാക്കൂ കറക്കൂലേ. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നാളെ കാണാം കേട്ടോ. ഉമ്മ ഉമ്മ. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.